നമസ്തേ. മതം തിരിഞ്ഞ് കാഫറുകളെ കൊലപ്പെടുത്താൻ നോക്കുന്ന തീവ്രവാദികൾക്ക് സ്വർഗത്തിൽ 72 ഹൂറുകളെ കിട്ടുമെന്നൊക്കെയുള്ളത് വെറും പൊള്ളിയായ വിശ്വാസമാണെന്ന് ഒരു പാകിസ്ഥാനി പെൺകുട്ടിയോട് ഇൻസ്റ്റഗ്രാമിൽ മറുപടി പറഞ്ഞതിന്റെ പേരിൽ ഒരു 22 വയസ്സുള്ള ഇന്ത്യൻ പെൺകുട്ടി കഴിഞ്ഞ 4 ദിവസമായി ജയിലിൽ കിടക്കുകയാണ്. ഇന്ത്യൻ സൈന്യം ഒരു കാരണവുമില്ലാതെ പാകിസ്ഥാനെ ആക്രമിക്കുന്നുവെന്ന് കളവ് പറഞ്ഞ പാകിസ്ഥാനി പെൺകുട്ടിക്ക് പഹൽഗാം തീവ്രവാദി ആക്രമണം ഉദാഹരിച്ചുകൊണ്ട് നൽകിയ മറുപടിയാണ് കേസിന് ആസ്പദമായത്. പരാതി നൽകിയത് ഇന്ത്യക്കാരനായ ബസഹദ് ഖാൻ ഖദ്രി റഷീദി എന്ന ആളാണ്. അയാളുടെ സമുദായത്തിന്റെ മതവികാരം വ്രണപ്പെട്ടു എന്നാണ് പരാതിയിൽ പറഞ്ഞിരിക്കുന്നത്. മതവികാരം വ്രണപ്പെടുത്താൻ അല്ല ഉദ്ദേശിച്ചത്, പകരം മതം നോക്കി മനുഷ്യരെ കൊന്ന് പിച്ചു ചീന്തിയ തീവ്രവാദികളെയാണ് വിമർശിച്ചത്. മതം വ്രണപ്പെട്ടതായി ആർക്കെങ്കിലും തോന്നിയാൽ ക്ഷമ ചോദിക്കുന്നു എന്ന് പറഞ്ഞിട്ടും ബംഗാൾ പോലീസും കോടതിയും ആ പെൺകുട്ടിയെ വെറുതെ വിട്ടില്ല. വൃക്കയ്ക്ക് അസുഖമുള്ള കുട്ടിയാണ്, സ്ഥിരമായി മരുന്ന് കഴിക്കുന്നുണ്ട്, അതുകൊണ്ട് ജാമ്യം നൽകണമെന്ന് കോടതിയിൽ വക്കീൽ അപേക്ഷ നൽകിയപ്പോൾ 2 ദിവസം കൂടി കിടക്കട്ടെ, ആകാശമൊന്നും ഇടിഞ്ഞു വീഴാൻ പോകുന്നില്ലല്ലോ എന്നായിരുന്നു ജഡ്ജിന്റെ കാലുഷ്യം നിറഞ്ഞ മറുപടി. ശരിക്കും എന്താണ് ശർമ്മിഷ്ഠ ചെയ്ത കുറ്റം? കാഫറിനെ കൊന്നാൽ സ്വർഗം കിട്ടുമെന്ന വിശ്വാസം ശരിയല്ല എന്ന് കോടതിക്ക് ബോധ്യമുണ്ടോ? ഈ വിശ്വാസം ശരിയല്ല എന്ന് ഇവിടുത്തെ ഏതെങ്കിലും മതസംഘടനകൾ ഔദ്യോഗികമായി പറഞ്ഞിട്ടുണ്ടോ? മതപുസ്തകങ്ങളും സക്കീർ നായിക്കിനെ പോലുള്ള പണ്ഡിതന്മാരും ഇത് ശരിയാണെന്ന് വാദിക്കുമ്പോൾ പിന്നെ എങ്ങനെയാണ് കോടതിക്ക് ഏകപക്ഷീയമായി ഇതൊക്കെ വർഗീയ പ്രസ്താവനയായി വ്യാഖ്യാനിക്കാൻ കഴിയുന്നത്? പിന്നെ എന്താണ് അഭിപ്രായ സ്വാതന്ത്ര്യം ഉറപ്പു നൽകുന്ന ഭരണഘടനയുടെ ആർട്ടിക്കിൾ 19 ഒന്നാം എയുടെ പ്രസക്തി? മതവികാരം വ്രണപ്പെട്ടു എന്ന് കേസ് നൽകിയ വസീഹത്ത് ഖാൻ തന്റെ സ്വന്തം സോഷ്യൽ മീഡിയയിൽ പറഞ്ഞിരിക്കുന്നത് ഇന്ത്യൻ ഹിന്ദുക്കൾ ഭാഗ്യസ്ഥിതിക്കായി സ്ത്രീ ജനനേന്ദ്രിയം പൂജിച്ചു നടക്കുന്നവർ എന്നാണ്. മറ്റൊരിടത്ത് പറഞ്ഞിരിക്കുന്നത് ഹിന്ദു സംസ്കാരം എന്നാൽ ബലാത്സംഗ സംസ്കാരം എന്നാണ്. ഈ പറഞ്ഞതൊക്കെ ആവിഷ്കാര സ്വാതന്ത്ര്യവും പാകിസ്ഥാനി തീവ്രവാദികൾക്ക് എതിരെ സംസാരിച്ചാൽ അത് ജയിൽ ശിക്ഷ ലഭിക്കുന്ന വർഗീയതയുമാകുന്നത് എങ്ങനെയാണ്? അഭിപ്രായ സ്വാതന്ത്ര്യത്തിനും ആവിഷ്കാര സ്വാതന്ത്ര്യത്തിനും ഒക്കെ വേണ്ടി ഘോരഘോരം വാദിക്കുന്ന മലയാളികളായ സാംസ്കാരിക പ്രവർത്തകരും മലയാള മാധ്യമങ്ങളും ഒന്നും ശർമ്മിഷ്ഠ എന്ന 22 വയസ്സുകാരി പെൺകുട്ടിക്ക് വേണ്ടി ഒന്നും സംസാരിച്ചിട്ടില്ല. ഉത്തരേന്ത്യയിൽ പശുവിനെ മോഷ്ടിക്കാൻ വന്ന കള്ളന്മാരെ പിടിച്ചുകെട്ടിയാലും അത് ബീഫ് ആക്രമണം എന്ന് അടച്ചുവിടുന്ന കേരളത്തിലെ മാധ്യമങ്ങളിൽ ഇസ്ലാമിക മതമൗലികവാദികൾ ആസൂത്രിതമായ കേസിൽ കുടുക്കിയ ഹിന്ദു പെൺകുട്ടിയുടെ വാർത്ത ഒരിക്കലും വരില്ല. കാഫറിനെ കൊന്നാൽ സ്വർഗം കിട്ടുമെന്ന് തീവ്രവാദികൾ വിശ്വസിക്കുന്നു എന്ന് പറയാൻ പോലും അവർക്ക് ഭയമാണ്. പക്ഷെ എത്ര നാൾ ഇവരിങ്ങനെ ഒളിച്ചോടും? എത്ര നാൾ ഇങ്ങനെ വാർത്തകൾ കൊടുക്കും? എത്ര നാൾ ഇങ്ങനെ വാർത്തകൾ മറച്ചുവെക്കും? ഇന്നലെ കോടതിയിൽ ഇളന്തൂർ ട്രെയിൻ തീവെപ്പ് കേസിലെ പ്രതി ഷാറുഖ് സഫി നൽകിയ മൊഴി പുറത്തു വന്നിട്ടുണ്ട്. പെട്രോൾ ഒഴിച്ച് ബോഗി മുഴുവൻ കത്തിക്കാൻ നോക്കിയതിന് കാരണമായി പുള്ളി പറയുന്നത് ഒരേ ഒരു കാര്യം മാത്രമാണ്. അതെന്താണെന്നല്ലേ? കാഫറുകളെ കൊന്ന സ്വന്തം പാപങ്ങൾ ശുദ്ധീകരിക്കണം, ഒരു യഥാർത്ഥ മുസ്ലിമായി സ്വർഗത്തിലെത്തണം. എത്ര ഭയപ്പെടുത്തുന്ന പ്രസ്താവനയാണെന്ന് ഓർക്കണം. ഇത് പ്രതിയുടെ വെളിപ്പെടുത്തലായി അന്വേഷണ ഏജൻസി ഔദ്യോഗികമായി കോടതിയിൽ നൽകിയ രേഖയാണ്. എന്നിട്ടും ഇവിടുത്തെ ഒരു മലയാള മാധ്യമങ്ങൾ ഇത് വാർത്തയാക്കിയില്ല. ഇന്ത്യൻ എക്സ്പ്രസ് എന്ന ദേശീയ മാധ്യമം ഇംഗ്ലീഷിൽ ന്യൂസ് നൽകിയത് കൊണ്ട് മാത്രം ജനം ഇതറിഞ്ഞു. ഇത് കേൾക്കുന്ന കാഫറുകളായ ആളുകൾ ചിന്തിക്കേണ്ടത് ഇങ്ങനെ: മലയാള മാധ്യമങ്ങൾ വാർത്തകൾ മുക്കിയാൽ പിന്നെ എന്ത് സുരക്ഷയാണ് നിങ്ങൾക്കുള്ളതെന്നാണ്. പഹൽഗാമിലായാലും എളന്തൂരിലായാലും സിറിയയിലായാലും ഒരു കൂട്ടർ അവരുടെ ലക്ഷ്യപ്രാപ്തിക്കായി ഇതര മനുഷ്യരെ കൊല്ലാൻ നടക്കുന്നു എന്നത് വാസ്തവം. അത്തരം വാർത്തകൾ സത്യസന്ധമായി നൽകി ഇരകളാക്കപ്പെടുന്ന സമൂഹത്തിന് പിന്തുണയും സുരക്ഷയും നൽകുന്നതിന് പകരം വാർത്തകൾ മറച്ചുവെക്കുകയും പ്രതികരിക്കുന്നവരെ ജയിലിലടക്കുകയും ചെയ്യുന്നത് ഏത് തരം ജനാധിപത്യമാണ്? സ്വന്തം ജീവനും സ്വത്തിനും സുരക്ഷ കിട്ടാൻ നമ്മൾ പിന്നെ ആരെയാണ് ആശ്രയിക്കേണ്ടത്?